ഹലോ വെൽക്കം ബാക്ക്. അപ്പം വീട്ടിലൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പം അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും നമ്മൾ ഡ്രസ്സ് എടുക്കലും ഒരുക്കങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ തന്നെയാണ് മിക്ക ദിവസങ്ങളും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം നാത്തൂൻ്റെ മരുമോളുടെ വീട്ടിൽ നിന്ന് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ത വിളിച്ചിരുന്നു, ഇവിടെ സ്നാക്സൊക്കെ ഉണ്ട് വരിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി പിന്നെന്താ കുറച്ച് തേങ്ങ ചിരവി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിരവാൻ ഭയങ്കര മടിയാണ് എനിക്ക്. കാരണം നമ്മൾക്ക് യു-എയിലൊക്കെ ഇതിങ്ങനെ ചിരവി കിട്ടുന്നതല്ല ബോക്സിലാക്കിയിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇത്ത പറഞ്ഞു ഇത്ത ചിരവി തരാമെന്ന്. എൻ്റെ ചിരവൽ കണ്ടിട്ട് ഫാസ്റ്റ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഇത്തൻ്റെ ചിരവൽ കണ്ടിട്ട് മരുമോള് പറഞ്ഞു ഞാൻ ചിരവി തരാമെന്ന്. എന്തായാലും ഇപ്പോൾ കുറേ ആൾക്കാർ സഹായിക്കാണ്ട്. ഇനി നമ്മൾ സ്വന്തം വീടൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ ഇൻഷാ അല്ലാ. ഒരു സംഭവം ഞാൻ പറയട്ടെ, എനിക്കിതുവരേക്കും തേങ്ങ പൊളിക്കാനും പൊട്ടിക്കാനും ചിരവാൻ മാത്രം അറിയാം, ബാക്കിയൊന്നും അറിയില്ല. അത് എനിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അത് പഠിച്ചിട്ടില്ല. ഇനി എന്തായാലും ഇൻഷാ അല്ലാ പഠിക്കണം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് പതിവ് പോലെ തന്നെ മക്കളൊക്കെ സ്കൂളിലേക്ക് അയച്ചു. പിന്നെ റൂയിമോളെ സ്കൂളിലാക്കി കൊടുക്കണം. റൂയിമോളിപ്പോൾ കുഴപ്പമില്ലാണ്ട് മടിയില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ലീവാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ പോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ റൂയിമോളെ സ്കൂളിലാക്കി. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ മാഷാ അല്ലാ നമ്മളെ പുതിയ വീട്ടിലോട്ട് ഒരുപാട് പാത്രങ്ങളാണ് വരുന്നത് കേട്ടോ. പാത്രങ്ങളും അങ്ങനെ റിലേറ്റഡ് പുതിയ വീട്ടിലോട്ട് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. പ്രൊമോഷൻ തന്നെയാണ്, എന്നാലും മാഷാ അല്ലാ നമുക്ക് പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പിന്നെ പോകുന്ന വഴി ഇങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടും. ഇക്കാക്ക് ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കുന്നത് ഒരു ഹോബിയാണ്. കഴിക്കണം എന്നില്ല കേട്ടോ, അതിങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കും. പിന്നെന്താ, എന്നാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലും കഴിക്കുന്നത് വീട്ടിലേക്ക് തന്നെയാണ്. പിന്നെ പോകുന്ന വഴി എന്താ പറയുക, നമ്മൾ ഞാവൽപ്പഴം കണ്ടതാട്ടോ. 400 രൂപയ്ക്ക് വരെ നമ്മൾ കിലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 200 വരുന്നുണ്ട് കിലോ. പിന്നെ റൂയിമോൾക്ക് ഡ്രസ്സ് എടുക്കാനും ഞാൻ കുറേ ഷോപ്പുകളിൽ അലഞ്ഞു തിരിഞ്ഞു. അങ്ങനെ അവസാനം ട്വിൻസിൽ വന്നു, അവിടെ തിരൂർ. പിന്നെ അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തു. പാർട്ടി വെയർ ഒന്നും കിട്ടിയില്ല, നോർമൽ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ മീൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പോയി ചമ്രവട്ടം വരെ എത്തി തിരൂർ. അവിടുന്ന് പോയിട്ട് കർമ്മ റോട്ടിൽ പോയിട്ട് നേരെ എന്താ പറയുക, മീനൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെ പോയി പൊന്നാനി വരെ എത്തിയിട്ടോ. അത് വലിയൊരു തമാശയാണ്. പിന്നെ രാവിലെ മക്കളെ സ്കൂളാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിങ്ങനെ കറങ്ങും വെറുതെ. വണ്ടിയിലിങ്ങനെ മടുത്ത് കറങ്ങാൻ നല്ല രസമല്ലേ. അങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത് പൊന്നാനി. ഇവിടെ ഒരു ഹനീന റെസ്റ്റോറൻറ്റ് എന്ന് പല ഇതിലും കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ മുട്ടപ്പത്തിരിയും ബീഫും ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു ഈ ഹനീന റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ പിന്നെ അതൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ അത്ര വിശപ്പൊന്നുമില്ല, എന്നാലും ഒരു 11 മണി ആ ഒരു സമയത്താണ് നമ്മളിത് കഴിച്ചത് കേട്ടോ. ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടുത്തെ പൊന്നാനിക്കാരുടെ ഭയങ്കര ഫേമസ് ഐറ്റമാണ്. സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര ഹൈപ്പാണ്ട് തോന്നിയില്ല. എന്താണെന്നറിയില്ല, ഒരു ആവറേജ് ടേസ്റ്റ് അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഒന്ന് കുറച്ചൊന്ന് പൊന്നാനിയൊക്കെ ഒന്ന് കണ്ടു. ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രസം, ഒരു പഴയ ഓർമ്മകളൊക്കെ ഉള്ളൊരു ഏരിയ അല്ലേ. അങ്ങനെ പിന്നെ അവിടുന്ന് എൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടുന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും ഒന്ന് ടൈം ആയിട്ടുണ്ടായിരുന്നു മക്കളെ വിളിക്കാനുള്ള. പിന്നെ റോസുനും റോഹിണിയും വിളിച്ചു. റോയിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഭയമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല ഓക്കെ ആയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ കേട്ടോ. അപ്പം പുറത്തുനിന്ന് വരുന്ന വഴിയിൽ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ അവൾ ഭയം കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, നല്ല ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കൊറിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കൊറിയർ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് എനിക്ക് ഈ പ്രൊഡക്ട്സ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ വന്നിട്ടുള്ളത് 3 പ്രൊഡക്ട്സാണ്. 2 കാസ്റ്റ് അയണുണ്ട്, ഒരു സ്റ്റീലിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 3ൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഞാൻ ഇൻഡസ് വാലിൻ്റെ വേറെയും 2 വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ അവരുടെ കാസ്റ്റ് അയണും സ്റ്റീലിൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അതിലൊരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ ആണെങ്കിലും സ്റ്റീലിൻ്റെ പ്രോഡക്റ്റ്സ് ആണെങ്കിലും അടിപൊളി ക്വാളിറ്റിയാണ്.
അത് അതിലൊരു കോംപ്രമൈസും ചെയ്യാനില്ല. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ അതിലൊരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഫസ്റ്റിൽ തന്നെ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രിൽ പാനാണ്. കാസ്ട്രോങ് കാസ്റ്റ് ആൻഡ് ഗ്രിൽ പാന് വിത്ത് വുഡൻ ഹാൻഡിലാട്ടോ. ഇത് പ്രീ സീസൺഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. 100% പ്യുവർ ആണ്, ടോക്സിൻ ഫ്രീ ആണ്. അതുപോലെ ഇൻഡക്ഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 24.3 സെൻറ്റിമീറ്റർ ഉണ്ട്, 1.4 kg ആണ് കേട്ടോ വരുന്നത്. അടുത്തത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കടായാണ്. കാസ്ട്രോങ് കാസ്റ്റ് ആൻഡ് കടായാണ് വിത്ത് സിൽക്കൻ ഹാൻഡിലും കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ പിടിക്കാൻ പറ്റുന്ന സിൽക്കൻ ഹാൻഡിലും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീ സീസൺഡ് ആണ്, നാച്ചുറലി നോൺ സ്റ്റിക്ക് ആണ്, 100% പ്യുവർ ആണ്, ടോക്സിൻ ഫ്രീ കടായ കേട്ടോ. അടുത്തതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായാണ്. ടെർബോ കുക്ക് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി. ഇതിന് ഒരു പ്രീമിയം 3 ലെയർ ബോഡി തന്നെ വരുന്നുണ്ട്. അതായത് അത്രയും നോൺ സ്റ്റിക്കായിട്ട് നമുക്ക് ആ ഒരു പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും അടിയിലൊന്നും പിടിക്കില്ല. പിന്നെ ഇൻഡക്ഷൻ ഫ്രണ്ട്ലി കൂടിയാണ്. കൂൾ ടച്ച് ഹാൻഡിൽസും കൂടി ഉണ്ട് കേട്ടോ. ഒരു ലിഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. ഞാനിത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് 40% ഡിസ്കൗണ്ടും കൂടി ഇപ്പം അവൈലബിൾ ആണ്. പ്ലസ് എക്സ്ട്രാ 12% ഓഫും കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഐഷ 12 യൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സീസൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി സീസൺഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അത്രയും നല്ല ക്ലീൻ ആൻഡ് പ്രീ സീസൺഡ് ആയിട്ടാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഈ കാസ്റ്റ് ആൻഡ് പ്രോഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഫുഡിൽ അയൺ കണ്ടൻറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ല ഗുഡ് ക്വാളിറ്റീനെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. ഓൾറെഡി ഇപ്പം ദ ഇൻഡസ് വാലിയിൽ ഓഫർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ 12% ഡിസ്കൗണ്ടും കൂടി എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടാനായിട്ട് ഐഷ 12 കോഡ് യൂസ് ചെയ്യാൻ വിട്ടുപോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് ഈ ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാട്ടോ. നമുക്ക് ആദ്യം മുരിങ്ങക്കായും പരിപ്പും കൂടിയുള്ള കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലത്തെ കറിയൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് ആകെയുള്ള ടെൻഷൻ അടി പിടിക്കുമോ, സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കുമെന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ഇതിന് 3 ലെയർ കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കറികളൊക്കെ ഇതിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം പരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. മസൂർ ദാലിൽ ചിലത് നമ്മൾ UAE-ലൊക്കെ കിട്ടുന്ന മസൂർ ദാലിൽ പെട്ടെന്ന് വേവ് കേട്ടോ. ഇത് കുറച്ച് വേവുള്ളതുകൊണ്ട് തന്നെ ആദ്യം അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത ശേഷമാണ് ഞാനിതിലോട്ട് പച്ചമുളകും മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് വീണ്ടും വേവിക്കാൻ വയ്ക്കുക, അടച്ച് വെച്ചിട്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം എല്ലാം കൂടി കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അത് നമ്മൾ മുരിങ്ങക്കായ് വെന്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഗ്രിൽ പാനിൽ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 4 5 മത്തനില വേണം. അതുപോലെ തന്നെ ഒരു വാഴയിലയും വേണം കേട്ടോ. പിന്നെ ഇതിലോട്ട് 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചെറിയ ഉള്ളി ഒരു 2 എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ഒരു 2 3 എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ആ കുഴയ്ക്കുന്നതിൻ്റെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ടേസ്റ്റ്. പിന്നെ ആദ്യം വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ മത്തനില ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ മത്തനിലയിലാണ് നമ്മൾ ഈ മാന്തൾ എന്ന് പറയുമ്പോൾ കല്ലമാന്തൾ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറിയ മാന്തളല്ല, എന്നാൽ പടമാന്തളല്ല, കല്ലമാന്തളം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മസാല ആദ്യം നമ്മൾ മത്തനിലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് മത്തി, അയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ആദ്യം കുറച്ച് മസാല ഈ മത്തനിലയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഈ മീനിൽ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാരിനേഷൻ കൊടുത്താൽ മതി. കാരണം അതിൽ കിടന്നിട്ട് തന്നെ വേവുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതാ ഒരു മീനിൻ്റെ മുകളിൽ ഈ മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് വെക്കുക. മുകളിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാട്ടോ. ഇതിലേത് മീൻ വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഈ വാഴയിലയിൽ എന്ത് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക വാഴയില കേട്ടോ. എന്നിട്ട് നമ്മളെ ഗ്രിൽ പാൻ ഉണ്ടല്ലോ, അതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കുമ്പോൾ നമുക്ക് അടി പിടിക്കുമോ അങ്ങനത്തെ ഒക്കെ ടെൻഷനാണ്. ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അത് ഉണ്ടാക്കിയവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ.
അപ്പോൾ ആദ്യം ആ ഗ്രിൽ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതുപോലെ ഗ്രിൽ പാനുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് സീസൺ ചെയ്യാന്നുള്ളത്. സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് ഒന്ന് തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ വീണ്ടും കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കാണിക്കാഞ്ഞത്. അപ്പോൾ നേരെ നമ്മളത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ മുരിങ്ങക്കായും പരിപ്പും കൂടിയുള്ള കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത ശേഷം തിളച്ച് മറിയാൻ പാടില്ല, ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ നേരത്തെ നമ്മൾ ഗ്രിൽ പാനിൽ വെച്ചതിൽ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പറ്റ ഡ്രൈ ആയി പോവും. അപ്പോൾ അത് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കുറച്ചൊന്ന് മസാല പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്കും തുറന്നു നോക്കാം വെള്ളം ഉണ്ടോ താഴെ എന്നുള്ളത് കേട്ടോ. മുകളിലല്ല വെള്ളം താഴെ ഉണ്ടോയെന്ന്, എന്നാലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുക്ക് ചെയ്യണമല്ലോ അത്യാവശ്യം. കുറച്ച് നേരം ഒരു 10 മിനിറ്റിന് മേലെ ഞാൻ വെച്ചിട്ടുണ്ട്, എന്നാലേ നമ്മുടെ മീൻ അവിടെ കുക്കാക്കി കിട്ടുള്ളൂ. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കാം. ഞാൻ നമ്മുടെ കടായിലാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. അത് കണ്ടോ, സിൽക്കൻ ഹാൻഡിലുള്ളതുകൊണ്ട് നമുക്ക് വേഗം ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മുരിങ്ങക്കായും പരിപ്പും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ കടായിൽ നമുക്ക് ഉപ്പേരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്തോ അല്ല ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ആ സിൽക്കൺ ഹാൻഡിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കടുക് പൊട്ടിച്ച ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലോട്ട് പയർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സഡ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ ഒക്കെ ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് കുക്ക് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാട്ടോ. അത് ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയുള്ളൂ. വേറെ എന്തിലും ഉണ്ടാക്കുന്നതിലും ടേസ്റ്റാണ് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ. ഉപ്പേരി മാത്രമല്ല, ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇതാ കുറച്ച് ബീട്രൂട്ടും കുറച്ച് ക്യാരറ്റും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, തേങ്ങ ചെരുവിയത് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കുറച്ച് നേരം കേട്ടോ. അത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പേരി അപ്പോഴേക്ക് റെഡിയാവും. കണ്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണിത് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ഒരു സൈഡ് ഡിഷ് റെഡിയാക്കി എടുക്കാം. ഓർക്കാപ്പുളി ഉണ്ടല്ലോ, ഇരുമ്പൻ പുളി, അത് ഉപ്പിലിട്ടതാണ്. അതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പിയെടുത്താലോ. അതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഫിഷ് എന്താ പാടെന്ന് നോക്കണ്ടേ. ഒരു വല്ലാത്തൊരു മണമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കൊതിപ്പിക്കുന്നൊരു മണമായിരുന്നു. പിന്നെ ഈ ഒരു ഡിഷിൽ അധികം ഉപ്പ് ചേർക്കരുത് കേട്ടോ. കാരണം ഈ വാഴേൻ്റെ ഇലേൻ്റെ ഉള്ളിൽ നമ്മൾ മത്തനില വെക്കുന്നില്ല. അപ്പോൾ മത്തനില ഉപ്പൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഒരു മീഡിയം ഉപ്പിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഉപ്പ് ഒട്ടും കുറവാകാനും പാടില്ല. അപ്പോൾ ഞാനൊരു മീഡിയം ഉപ്പിൽ അത് തയ്യാറാക്കിയുള്ളത് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ മത്തനിലൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെയുള്ള മത്തനില കഴിക്കുമ്പോഴാണ് ആ ഒരു സ്വാദ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറും കറികളും കൂട്ടാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ. കണ്ടോ, നമ്മുടെ മീൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷാണ്. നമ്മൾ ഫ്രൈ ആക്കിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഇൻഡസ് വാലി കുക്കേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നല്ല ഓഫറുണ്ട്. അപ്പം ആ ഓഫർ മിസ്സാക്കണ്ട. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും പോയി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഞാനിത് ഇങ്ങനെ ആക്കുന്നതും ഒക്കെ വീഡിയോ എടുത്ത് തരുന്നത് ഇക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കങ്ങനെ ഓരോ ഉരുളയും ഇക്കാൻ്റെ വായിലോട്ടാണ് പോകുന്നത്. ലാസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തു. ഇനിയിപ്പം അങ്ങനെ ഇപ്പോൾ വിട്ടാൽ ശരിയാവില്ല, എല്ലാവരും വിചാരിക്കും ഞാനാ കഴിക്കുന്നതായിരിക്കും. ഇവിടുന്നല്ല, ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കേട്ടോ. റൂയി പാവം കുട്ടിയാണെന്ന്, ഇത്രയൊക്കെ പാവം വേറെ കുട്ടി ഉണ്ടാവില്ല. ആ ടോയ്സ് വാങ്ങിച്ചു കേട്ടാ. എന്നാ പാവം കുട്ടി അവിടെ ഇരിക്കോ? പാവം കുട്ടി അവിടെ ഇരിക്കോ? എന്താ
ഇരിക്കെ ആ പാവം കുട്ടി അവിടെ ഇരിക്കട്ടെ, നല്ല കുട്ടിയാണ്. ആ പാവം കുട്ടി ചീത്ത കുട്ടിയായി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന സമയം ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ്. അപ്പോൾ പോകുന്ന സമയത്താണ് വേറൊരു കാര്യം ഓർത്തത്. ഇന്ന് കൽപ്പകഞ്ചേരി ചന്തയുള്ള ദിവസമാണ്, അതായത് ചൊവ്വാഴ്ചയാണ് കൽപ്പകഞ്ചേരി ചന്ത. അപ്പോൾ എനിക്ക് 1-2 സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാണ്ടായിരുന്നു. ഈ ചന്തയുള്ള ദിവസം മാത്രമുള്ള ഒരു സംഭവങ്ങളാണ്. കൂടാണ്ട് പിന്നെ എന്താ പറയുക, വീട്ടിൽ കയറണം, ഇക്കാൻ്റെ വീട്ടിൽ കയറണം, മാലെടുത്ത് പോകണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ചന്തയിലോട്ട് പോവാണ്, അതിന് ശേഷമാണ് വീട്ടിൽ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇരുട്ടാവും. കുറേ നേരമായി ഒരാൾ ചൊറിയുന്നു. ഇതെന്താ റൂയി? ട്രയാങ്കിൾ സമൂസ. അവൾക്ക് ഇത് കാണുമ്പോ എപ്പോഴും സമൂസ ഓർമ്മ വരും. അവിടെ ഉണ്ടാ? എവിടെ ട്രയാങ്കിൾ സമൂസ? ഇവിടെ ഇത് തൊടാൻ പാടില്ല. റൂയി നല്ല കുട്ടിയല്ലേ? ഞാൻ കണ്ടു ട്രയാങ്കിൾ സമൂസ അതാ അവിടെ. ആ കണ്ടു. വെരി ഗുഡ്. താങ്ക് യു. ബൈ. സപ്ലൈസ് ഫെബ്രുവരി ഒന്നും അറിയില്ലേ? മാർച്ച്, ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ചായ സമൂസ വാങ്ങിക്കാൻ പോയതാണ്. ഒഴിക്ക് സമൂസ. അപ്പം നമ്മൾ കൽപ്പകഞ്ചേരി ഇതാ എത്താനായി, ചന്തൻ്റെ അവിടേക്ക് എത്താനായപ്പോഴേക്കും കണ്ടോ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു എന്നുമില്ലാത്തൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. അവിടെ ഒരു കല്യാണ മണ്ഡപമില്ലേ? അതാവും. ആ സമയം കഴിഞ്ഞോ? ആ ഇത് ചന്തയിലോട്ടുള്ള തന്നെ കേട്ടോ തിരക്ക്. ചന്തയുടെ പാർക്കിംഗ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഫുള്ളാണ്. പിന്നെ അവിടേക്കുള്ളതും. ഞങ്ങൾ ഈ ഒരു തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് പോയാലൊന്നും. പക്ഷേ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ തിരിച്ച് പോകാനും കുറച്ച് പണിയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും നേരത്തെ വരുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ വന്നതൊരു 4 മണി 5 മണി ആ ഒരു സമയത്താണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ ഞാൻ അന്ന് കുറേ മുമ്പ് ഞാൻ ചന്തയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കൽപ്പകഞ്ചേരി ചന്തയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം നല്ല തിരക്കാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ഉണ്ടോ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ എന്നൊക്കെ. കാരണം ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അവർക്ക് നല്ല പരിചയമാണ്. അപ്പോൾ കുറേ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം കുറച്ച് നാടൻ ഐറ്റംസ് കാണാൻ പറ്റും നമുക്കിവിടെ. എല്ലായിടത്തും ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടണമെന്നില്ല. എന്താ പറയുക, പിന്നെ ചന്തയിൽ വന്നവർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ ഈ മട്ടന്, ചിക്കന് അതൊക്കെ കുറച്ച് വില കുറവിലായിരിക്കും ഇവിടെ കിട്ടുന്നത്. നാടൻ കോഴി അതൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലിവർ, തലച്ചോറ് അതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ നല്ല കുറച്ച് റേറ്റ് കുറവിൽ കിട്ടും. പിന്നെ ഇതുപോലെ മീൻ, പുഴമീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കോഴീനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കോഴിമുട്ട, വെളിച്ചെണ്ണ, പിന്നെ അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരൊറ്റ ഇതിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വില കുറവാണ് ഇവിടുത്തെ മെയിൻ. അങ്ങനെ വലിയ വില കുറവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളെ നീനാമ്പഴം, പേരക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച സാധനങ്ങൾ എനിക്കിവിടെ കിട്ടിയില്ല. ഞാൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കിട്ടിയില്ല. പിന്നെ 4 കിലോ ഈനാമ്പഴത്തിന് 100 രൂപയുള്ളൂ. അത് പിന്നെ വാങ്ങിച്ചു. നല്ല ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലതൊന്നും കിട്ടാല്ല, കുറച്ച് പച്ചയായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയ ശേഷം പഴുത്തിട്ടുണ്ടായിരുന്നത്. ഇത് താറാവ് കുഞ്ഞുങ്ങളാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പിന്നെ കണ്ടോ തിരക്ക്, ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്തുള്ള തിരക്കുമൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. കുറേ ദൂരം വരെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇപ്പോൾ ചന്തയിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ
അവിടുന്ന് നേരെ ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലോട്ടാണ് പോയത്. പിന്നെ റോയിമോൾ അവിടുന്ന് വാശി പിടിച്ച് കാണുന്ന ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ വന്ന് ബ്രദറിൻ്റെ വീട്ടിൽ വന്ന പടന്നെ അതൊക്കെ പൊട്ടിച്ച് ഇരുന്ന് കളിക്കുകയാണ്. ഇക്കാൻ്റെ ബ്രദറാണ് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കുകയാണ്. ചോക്ലേറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ പിന്നെ ഉമ്മ കൊടുക്കാണ്ടിരിക്കുമോ, അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം അതാണ്, ചോക്ലേറ്റ് കിട്ടുമല്ലോ അവൾക്ക്. പിന്നെ വീഡിയോ ഫുള്ള് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.